ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഞാനൊരു ലാസ്റ്റ് ഭാഗം ഞാനൊരു പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ കാണിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് കട്ട് ചെയ്ത് വെച്ച എല്ലാ ഭാഗവും നമ്മൾ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ സ്ലീവ് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് തുണിയുടെ നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് സ്ലീവിൻ്റെ എൻഡ് താഴെ ഭാഗം നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ അടിഭാഗത്ത് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പുറത്തേക്ക് മടക്കി വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സ്ലീവ് ഇങ്ങനെ ചെയ്തെടുക്കാം. ബാക്കി വരുന്ന ക്ലോത്തൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. ക്ലിയർ ആവുന്നില്ലെങ്കിൽ, മനസ്സിലാവുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. ബാക്കി വന്ന ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾക്ക് പ്രിൻസസ് കട്ടിൻ്റെ ആ ഭാഗം ഇതേപോലെ തന്നെ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്യാം. അതിനായിട്ട് പിൻ ചെയ്തിട്ട് വേണം ജോയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ ലൈനിങ് നമ്മൾ തെന്നിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പം പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് ഭാഗവും പ്രിൻസസ് കട്ടിൻ്റെ രണ്ട് ഭാഗവും അങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് പോർഷനും ഇതേപോലെ തന്നെ ലൈനിങ്ങുമായിട്ട് യോജിപ്പിച്ചിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിതിൻ്റെ കറക്റ്റ് അളവ് എടുത്തിരിക്കുന്നത് ലൈനിങ്ങിലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല ക്ലോത്തിൻ്റെ ബാക്കി വന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഏത് ഡ്രസ്സും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ലൈനിങ്ങിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഫുള്ളായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഒരു വി ഷേപ്പിൽ വേറൊരു ക്ലോത്തിൽ നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടത് നല്ല വശത്ത് വെച്ചിട്ട് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒരു വി ഷേപ്പിൽ തന്നെ ഒരു ക്ലോത്ത് എടുക്കാം. എന്നിട്ട് നല്ല വശത്ത് വെക്കാം. എന്നിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ കോർണറിൽ എത്തുമ്പോൾ സൂചി കുത്തിയിട്ട് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പം വി ഷേപ്പിൽ തന്നെ നീറ്റായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് അത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. പിൻ ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് അവസാനം നമ്മൾ തുന്നി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക് നെക്കും ഇതുപോലെ തന്നെയാണ് ബാക്ക് നെക്കും ചെയ്തെടുക്കുന്നത്. വി ഷേപ്പിലൊരു ക്ലോത്ത് കട്ട് ചെയ്യാം. എന്നിട്ട് നല്ല വശത്ത് ഈ ക്ലോത്ത് വെച്ചിട്ട് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത വി ഷേപ്പിൻ്റെ ഒരു ക്ലോത്ത് ഇല്ലേ, അതിൻ്റെ അറ്റം നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ലതിൽ കൈത്തുന്ന് നമുക്ക് തുന്നി കൊടുക്കാൻ പറ്റും. കൈത്തുന്ന് തുന്നുന്ന സമയത്ത് മടക്കി കൊടുക്കണ്ട, ഈസി ആയിട്ട് തന്നെ വേഗത്തിൽ ചെയ്തെടുക്കാം. അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അറ്റം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വശത്ത് ഇങ്ങനെ വെച്ച് പിൻ ചെയ്തിട്ട് 1/4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇവിടെ ആ കോർണറിൻ്റെ അവിടെ സൂചി
കുത്തിയിട്ട് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം ഒരു കട്ട് കൊടുക്കാം. ആ കാലിഞ്ച് വിട്ടില്ലേ, അവിടെ നമുക്കൊരു കട്ട് കൊടുത്തിട്ട് അപ്പുറത്തേക്ക് തുണി മറിച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. പതിച്ച് സ്റ്റിച്ച് ചെയ്തല്ലോ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഫുള്ളായിട്ട് ലൈനിങ് അപ്പുറത്തേക്ക് മറിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ചെയ്തെടുത്തു. ഇനി നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ ആ ഭാഗം കൂടി പിൻ ചെയ്തിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സൈഡും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പ്രിൻസസ് കട്ടിൻ്റെ ആ ഭാഗം പിൻ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ തുണി വലിക്കാതെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. തുണി വലിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾക്ക് തുണി ബാക്കി വരും. ബാക്കി വന്നാൽ അളവ് തെറ്റിപ്പോവും. അപ്പോൾ നമുക്ക് അത്ര ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. വലിക്കാണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹുക്ക് വെക്കാനുള്ള പടിയാണ് തയ്ച്ചു കൊടുക്കാനുള്ളത്. ഹുക്ക് വെക്കേണ്ട പടി ഫസ്റ്റ് 2.25 ഇഞ്ച് വീതിയിൽ ഒരു ക്ലോത്ത് കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ക്ലോത്തിൻ്റെ നല്ല സൈഡ് വെച്ചിട്ട് 4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അപ്പുറത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മറിച്ചെടുക്കുന്നതിന് മുൻപ് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കാം. പതിച്ച് സ്റ്റിച്ച് കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. സ്റ്റിച്ചിങ് പാർട്ടായതുകൊണ്ട് തന്നെ നല്ല ലെങ്ത്താണ് ഈ വീഡിയോ. കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അങ്ങനെ ഹുക്ക് വെക്കുന്ന ആ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഹുക്കിൻ്റെ വള്ളി ഇല്ലേ, അത് വെച്ച് കൊടുക്കുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് 3.25 ഇഞ്ച് വീതിയിലുള്ളൊരു ക്ലോത്താണ് എടുക്കുന്നത് കേട്ടോ. അത് ക്ലോത്തിൻ്റെ നല്ല വശത്ത് അല്ല, മോശം വശത്ത് വെച്ചിട്ടാണ്. മോശം വശത്ത് വെച്ചിട്ട് ആ ക്ലോത്ത് നല്ല വശത്തേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഹുക്കിൻ്റെ ആ വള്ളി വെച്ച് കൊടുക്കുന്നില്ലേ, അത് ആ ഭാഗം അതൊക്കെ കഴിഞ്ഞിനി ഷോൾഡർ ജോയിൻ ചെയ്യാം. ഒരു 4 ഇഞ്ച് വിട്ട് ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡറിന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവിനും അതേപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് സ്ലീവിൻ്റെ ആ സെൻറ്റർ പോർഷൻ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടക്ക് ഇട്ട് കൊടുക്കാം. ബാക്ക് സൈഡിലാണ് നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച് മുകളിലേക്കായിട്ട് വരച്ചിട്ട് 1 ഇഞ്ച് വീതിയിലാണ് ടക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അവരവരുടെ അളവിനനുസരിച്ചിട്ട്. അങ്ങനെ സ്റ്റിച്ചിങ് പാർട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.